ഹായ് എവരിവൺ, വെൽക്കം ടു എജുസ് അക്കാദമി. BSc MLT അതുപോലെ തന്നെ DMLT സ്റ്റുഡൻസിന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിലോട്ട് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കാറ്റഗറി 206/2025 ആണ് കാറ്റഗറി നമ്പർ വരുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, നമ്മുടെ നെയിം ഓഫ് പോസ്റ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. അപ്പോൾ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സാലറി സ്കെയിലാണ്. 35,000 to 600 to 75,400 ആണ് പറയുന്നത്. അപ്പോൾ 35,000 ആണ് ഒരു ബേസിക് സാലറി സ്കെയിൽ ആയിട്ട് പറയുന്നത്. പക്ഷെ നമുക്ക് ബാക്കി അലവൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 40,000ഓളം നമുക്ക് സാലറി നമുക്ക് കൈ കിട്ടുന്ന രീതിക്കായിരിക്കും ഒരു സാലറി പാക്കേജ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്താണ് ഒരു 1 പോസ്റ്റ് ആണ് ഉള്ളത് നിലവിൽ. പക്ഷേ നമ്മൾ ഒരു പോസ്റ്റ് അല്ലേ ഉള്ളൂ, ഇനി അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ, അപ്ലൈ ചെയ്തിട്ട് കാര്യം ഉണ്ടാവും, അങ്ങനെ ആരും ചിന്തിക്കേണ്ടതില്ല. കാരണം ഒരു പോസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അധികം ആൾക്കാർ അപ്ലൈ ചെയ്യാൻ ചാൻസസ് കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എഴുതാൻ പറ്റിയ ഒരു എക്സാം ആണ്. കാരണം നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ. അപ്പോൾ ഈ ഒരു അവസരം ആരും പാഴാക്കി കളയരുത്. ആയുർവേദിക് മെഡിക്കൽ എഡ്യൂക്കേഷനിലോട്ടാണ് ഇനിയും അവസരങ്ങൾ ഓരോ ജില്ലകളിലായിട്ട് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആരും ഈ അവസരം പാഴാക്കരുത്. എന്തായാലും അപ്ലൈ ചെയ്യുക, എക്സാമിന് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെന്റും പോസ്റ്റും നമ്മുടെ സാലറി സ്കെയിലും നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ക്വാളിഫിക്കേഷൻ BSc MLT അതുപോലെ തന്നെ DMLT ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ BSc MLTക്കാർക്കും DMLTക്കാർക്കും മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ മറ്റ് എക്സാം പോലെ നമ്മൾ +2 ക്വാളിഫിക്കേഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ടാവും അല്ലെ. പക്ഷെ ഇവിടെ BSc MLT DMLT എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ MLT സ്റ്റുഡൻസിന് മാത്രം എഴുതാൻ പറ്റിയ ഒരു എക്സാം ആണ്. അപ്പോൾ എല്ലാവരും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവണം. അപ്പൊ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 19 to 36 ആണ് ഏജ് ലിമിറ്റ് ആയിട്ട് പറയണേ. ഓക്കെ, അപ്പോൾ 1989 2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 19 to 36 ആണ് ഏജ് ലിമിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വാളിഫിക്കേഷനും ബാക്കി സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്പിയൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 3 ആണ്. ഓക്കെ, 3/9/2025. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലോട്ട് വേണ്ടി ആരും വെയിറ്റ് ചെയ്യരുത്, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നമുക്ക് MLTക്കാർക്ക് വേണ്ടി മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. ഓക്കെ, അപ്പോൾ ഇനി എജുസ് അക്കാദമിയിൽ നമ്മുടെ മെയിൻ കോഴ്സസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് ആയിരിക്കും. നമുക്ക് MLT റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിക്ക്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഈ സിലബസ് പറയുന്നത് MLT സ്റ്റുഡൻസിനുള്ള സെയിം സിലബസ് തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ബയോകെമിസ്ട്രിയും മൈക്രോബയോളജി, പാത്തോളജി, സൈറ്റോളജി, ഹിസ്റ്റോടെക്നോളജി, അങ്ങനെ സെയിം നമ്മൾ MLT എന്താണോ പഠിച്ചത് ആ സെയിം സിലബസ് തന്നെയാണ് ഈ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിനും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എജുസ് അക്കാദമിയിൽ ഈ സിലബസിന്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരിക്കും. റെക്കോർഡഡ് ക്ലാസ് നമ്മൾ ഓൾറെഡി ആപ്പിൽ അപ്ലോഡ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ വീക്കായിട്ട് നമ്മൾ ലൈവ് റിവിഷനും ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റാങ്ക് ബൂസ്റ്റർ നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏത് ഏരിയ നിന്നാണ്, ചില ഏരിയ മാത്രം കുറച്ച് ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് റാങ്ക് ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെ നിങ്ങൾക്കായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ നമ്മൾ പഠിച്ചു പോകുന്നതിനൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ ചെയ്യാന്നുള്ളത് അല്ലെ. നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാലും അത് ഒന്നും കൂടെ റിവൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ മൈൻഡിലോട്ട് നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പീരിയോഡിക് ആയിട്ട് കറക്റ്റായിട്ട് ഒരു പീരിയോഡിക് റിവിഷൻ തന്നെ എജുസ് അക്കാദമി നിങ്ങൾക്കായിട്ട് കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ ഡെയിലി ടെസ്റ്റ് നമ്മൾ ഓരോ ഡീറ്റെയിൽ ആയിട്ട് തിയറി ക്ലാസ്സസ് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ സിലബസിനെ ബേസ് ചെയ്തിട്ട് ഓരോ സബ്ജക്റ്റും ഒരു ടോപ്പിക് പോലും വിടാത്ത രീതിയിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് ആയിരിക്കും ആപ്പിൽ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും നമ്മൾ സ്പെഷ്യൽ ഓരോ ടോപ്പിക്കിന് കൂടെ തന്നെ നമ്മൾ ഓരോ പ്രാക്ടീസ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഓരോ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കാം. നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ആകെ 1 മണിക്കൂർ 1.25 മണിക്കൂർ ടൈം കൊണ്ട് നമുക്കൊരു 100 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യേണ്ടതുണ്ട് അല്ലെ. നമുക്ക് 90 മിനിറ്റ് കൊണ്ട് നമുക്ക് 100 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്നതിലപ്പുറം തന്നെ നമ്മൾ മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ
നമുക്ക് ആ ഒരു മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നും നമുക്ക് ഒരു ആ സ്പീഡും നമുക്ക് കൈവരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എഡ്യൂസ് അക്കാദമി നമുക്ക് ആപ്പിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും നിങ്ങൾക്ക് ഓരോ സെപ്പറേറ്റ് ഓരോ ടോപ്പിക്കിനും നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ട് തരുന്നതാണ്. അതുപോലെ വീക്ക്ലി ടെസ്റ്റ്. ഇപ്പോൾ ഒരു വീക്ക് നമ്മൾ ക്ലാസ് പഠിച്ചു കഴിഞ്ഞിട്ട് ഓരോ ടോപ്പിക്ക് നമ്മൾ ആപ്പിൽ സിലബസ് പ്രകാരം നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ ക്ലാസ്സസ് ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഓരോ വീക്കും ഓരോ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരാഴ്ച പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കായിട്ട് നമുക്കൊരു വീക്ക്ലി ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മന്ത്ലി ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇപ്പോൾ മുതലേ ഇപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇനി അടുത്ത എക്സാം ഡേറ്റ് വരെ കൺഫർമേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം. അങ്ങനെ ആരും കരുതരുത്. എക്സാം നോട്ടിഫിക്കേഷൻ വന്നു, അപ്പൊ ഉടനെ തന്നെ ഒരു കൺഫർമേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഉടനെ തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ എഡ്യൂസ് അക്കാദമിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഓരോ ടോപ്പിക് വൈസ് ടെസ്റ്റും അതോടൊപ്പം തന്നെ വീക്ക്ലി ടെസ്റ്റും അതോടൊപ്പം തന്നെ മന്ത്ലി ടെസ്റ്റും നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മെന്റർ സപ്പോർട്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുവാണെങ്കിൽ നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പീരിയോഡിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമ്മൾ MCQs ഓൾറെഡി ഓരോ ടോപ്പിക് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PSC നമ്മൾ കണ്ടുവരുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഇയർ ഒരു 20 വർഷം മുന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരെ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് PSC അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം അങ്ങനെ ഒരുപാട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കേണ്ട. അപ്പോൾ ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. കാരണം നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി കൺഫർമേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് ആരും കരുതരുത്. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഈ കോഴ്സിന് 1 ഇയർ വാലിഡിറ്റി ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എക്സാം കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ ആയുർവേദിക് മെഡിക്കൽ എഡ്യൂക്കേഷനിലോട്ടാണ്, ആ ഡിപ്പാർട്ട്മെന്റിലോട്ടാണല്ലോ നമുക്കിപ്പോൾ നിയമനം നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സാം കഴിഞ്ഞാലും നിങ്ങൾക്ക് 1 ഇയർ ഈ കോഴ്സിന് വാലിഡിറ്റി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് നമുക്ക് വേറെ ഡിപ്പാർട്ട്മെന്റ്, നമുക്കിപ്പോൾ ആയുർവേദിക് ഡിപ്പാർട്ട്മെന്റ് ആണ്, അതുകൂടാതെ വേറെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സാമും അറ്റൻഡ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഈ ഒരു 1 ഇയറോളം നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് എല്ലാം തന്നെ ഈ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയം 1 ഇയറിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്താൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ടെസ്റ്റ് പേപ്പർ ഒക്കെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ അവസരം ആരും പാഴാക്കരുത്. ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. ഇന്ന് മുതലേ നമ്മൾ പഠിച്ചു തുടങ്ങാം. ഇനി നാളെ എന്നൊന്നില്ല, ഇന്ന് മുതലേ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ എഡ്യൂസ് അക്കാദമിയോട് കൂടെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.